ഇന്ന് നമുക്ക് ചിക്പീ ചിക്കൻ സാലഡ് ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുന്നത് എൻ്റെ ഒരു രീതിയിലാണ്. അതിന് വേണ്ടിയത് സവാള, ക്യാരറ്റ്, ടൊമാറ്റോ, ക്യാപ്സിക്കം, കൊറിയാണ്ടർ ലീവ്സ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഞാൻ ആഡ് ചെയ്യുന്നത്. അടുത്തത് വേണ്ടിയത് ചിക്കൻ വേവിച്ചത്. ഒരു 3-4 കഷ്ണമേ ഉള്ളൂ കേട്ടോ. ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ക്രഷ് കൈ കൊണ്ട് തന്നെയാണ് ക്രഷ് ചെയ്തത്. ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൈ കൊണ്ട് ക്രഷ് ചെയ്തത് ചിക്കൻ. പിന്നെ വേണ്ടിയത് ചിക്പീ ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. കുക്കറിൽ ഒരു 4-5 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്ത് ചിക്പീ. ലെമൺ ജ്യൂസ്, കുരുമുളക് പൊടി, ഉപ്പ്. ഇത് പിങ്ക് ഹിമാലയൻ സോൾട്ടാണ്. ഇതാണ് ടേസ്റ്റ് കൊടുക്കുന്നതും ഹെൽത്തി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ സാലഡ്സിലൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പമാണ്. ഇതെല്ലാം കൂടെ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. എൻ്റെ സാലഡ് റെഡി. ആദ്യം നമുക്ക് ചിക്പീ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ചിക്കൻ ആഡ് ചെയ്യാം. ടൊമാറ്റോ, ഒരു ചെറിയ ടൊമാറ്റോ ആണ്. ഇത് ഹാഫ് ഓഫ് ക്യാപ്സിക്കം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇത് കൊറിയാണ്ടർ ലീവ്സ്. ഒരു ചെറിയ സവാള, ഒരു ചെറിയ ക്യാരറ്റ്. ഇത്രയും എടുക്കുമ്പോൾ തന്നെ 2 പേർക്ക് ഇത് ഫുൾ ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഹിമാലയൻ സോൾട്ട്, ഒരു സ്പൂൺ ലെമൺ ജ്യൂസ്, ഇച്ചിരി കുരുമുളക് പൊടി. പിന്നെ ജസ്റ്റ് വേറൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതുകൂടെ ആഡ് ചെയ്യാണ്. അതൊന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഫ്ലേവർ ഡിഫറെൻ്റ് ആവും. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് ഒരു ഹെൽത്തി ലഞ്ചിന് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ഹെൽത്തിയാണ്. ഇത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്ത് സാധനവും നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ. അപ്പം ഇത് നല്ലോണം 2 പേർക്ക് ഹെവി ആയിട്ട് നമുക്ക് വയറ് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാലഡാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, ബൈ.